എൻ്റെ മെഡിക്കൽ ബോർഡിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ട് കുറച്ച് നേരത്തെ മാറ്റാമായിരുന്നു, ഫോർ ബെറ്റർ കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റാമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊരു നെഗ്ലിജൻസ് ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ ഇതിന് ഒരു കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് ആ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് അതിനൊരു കൺക്ലൂഷൻ ഇല്ല. എനിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട് ജനറൽ അനസ്തീഷ്യ തന്നൊരു സർജറിയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ജനറൽ അനസ്തീഷ്യ തന്നൊരു സർജറി നമ്മളൊരു 24 മണിക്കൂറെങ്കിലും ഒരു ഒബ്സർവേഷനിൽ ഇരുത്തണം. അതിരുത്തിയില്ല. പോട്ടെ, ഞാൻ ഈ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് സർജറി കഴിഞ്ഞുള്ള ഒരു പേഷ്യൻ്റ് വിളിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് തീരെ വയ്യാണ്ടാവുകയാണ്. ഒന്നുകിൽ അവരെ ആശുപത്രി വരുത്തണം, അല്ലെങ്കിൽ വേറെ ആശുപത്രിയിലോട്ട് പോകാൻ പറയണം. പക്ഷെ അത് രണ്ടും ചെയ്യാതെ ഇത് നോർമലാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും, പക്ഷെ ബ്ലഡ് അടച്ചാൽ തീരാതെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് പേഷ്യൻസിന് എന്ന് പറയുകയാണ് ചെയ്തത്. ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ആ ഡോക്ടേഴ്സിന് അറിയാമെങ്കിൽ, ഇതൊക്കെ അതിൻ്റെ ഒരു സിംറ്റമാണ്, ബ്രീത്തിങ് കുറയുന്ന ആ പേഷ്യൻ്റ് എന്നറിയാമെങ്കിൽ എന്താണെങ്കിലും അതല്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവർക്ക് വേറൊരു ഫെസിലിറ്റിയിലോട്ട് മാറ്റായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ, ഇത്രയും മീഡിയ അറ്റൻഷനൊക്കെ കിട്ടിയിട്ടും അവരതങ്ങനെ ചെയ്തില്ലെങ്കിൽ, മൂന്നാമതൊരാൾ പോയാലോ നാലാമതൊരാൾ പോയാലോ മരിച്ചാലോ അവർ വിചാരിക്കും നമുക്ക് മെഡിക്കൽ ബോർഡ് സപ്പോർട്ടാണ്, ഞാൻ എന്ത് ചെയ്താലും മെഡിക്കൽ ബോർഡ് സപ്പോർട്ടാണ്, അപ്പോൾ പിന്നെ എന്തിനു പേടിക്കണം.